ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു പെപ്പർ ഡ്രൈ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പെട്ടെന്നൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഏകദേശം ഒരു 1/2 kg ചിക്കനാണ്. 1/2 kg തികച്ചില്ല, ഒരു 400 ഗ്രാമോളമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ആദ്യം തന്നെ കശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ അതിലേക്ക് ഗരം മസാല ഒരു 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി ഇതുപോലെ ഒരു ടീസ്പൂൺ, നിറച്ചല്ല കുറച്ച്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മൾ ഇതിലേക്ക് കുരുമുളക് ഇതിനകത്തേക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഏകദേശം ഒരു 2 സ്പൂണോളം തൈരും ഞാൻ ചേർക്കുന്നുണ്ട്. തൈര് ഈ ഒരു ചിക്കൻ പീസസ് കുറച്ചൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. അത് ഞാൻ കുക്കറിൽ വേവിക്കാൻ വെച്ചു. ആ സമയത്ത് തന്നെ ഇപ്പോഴത്തെ പാനിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക. എന്ത് വേണേലും ഉപയോഗിക്കാം, സൺഫ്ലവർ ഓയിലോ കോക്കനട്ട് ഓയിലോ നിങ്ങളുടെ ഇഷ്ടം, ടേസ്റ്റ് എല്ലാം സെയിം തന്നെയാണ്. പിന്നെ അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇട്ടു. പിന്നെ നമ്മളിതിലേക്ക് പിന്നെ സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ആഡ് ചെയ്യണം ശരിക്കും, പക്ഷേ ഇഞ്ചി ഇവിടെ ഇല്ലാത്തത് കൊണ്ടും പിന്നെ ഞാൻ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിട്ടിട്ട് നല്ലപോലെ നമുക്ക് സോട്ട് ചെയ്ത് കൊടുക്കാം. ഏകദേശം നമ്മൾ ഈ ഉള്ളി ഒന്ന് വഴണ്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആ ഒരു കളറിലേക്ക് എത്തണം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ വഴറ്റി മസാലയെല്ലാം കൂടി ചേർത്ത് വഴറ്റി ഒരു എണ്ണ തെളിയുന്നൊരു പരുവം വരണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് തക്കാളി ആഡ് ചെയ്യും. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഇടുന്നത് കുരുമുളക് തന്നെയാണ്. പെപ്പർ ഡ്രൈ ചിക്കൻ തന്നെയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുരുമുളക് പൊടി മാത്രം ഇട്ടിട്ടാണ് പിന്നെ ഈ ഒരു കൂട്ട് നമ്മൾ ഇളക്കി കൊടുക്കുന്നത്. ബാക്കി എല്ലാ മസാലയും നമ്മൾ ഓൾറെഡി ചിക്കനകത്ത് ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതാണ് നമ്മൾ കുക്കറിലിട്ട് വേവിച്ചത്. അപ്പോൾ ആ വെള്ളവും പിന്നെ നമ്മൾ ഈ ഒരു സോട്ട് ചെയ്തതിലേക്ക് നമ്മൾ ആകെ ഇട്ടേക്കുന്ന കുരുമുളക് പൊടി മാത്രമാണ്. കുരുമുളകിൻ്റെ എരിവനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. നല്ല എരിവ് വേണമെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമുക്ക് ഈ ഒരു എരിവിൽ മതി, അതുകൊണ്ട് നമ്മൾ അത്രയിൽ നിർത്തി. പിന്നെ ഈ ഒരു ഗ്രേവി വറ്റി 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 ഈ ഒരു പരുവം ആവുന്നത് വരെ ഇങ്ങനെ റോസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. കുറേ റോസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ആ എണ്ണയൊക്കെ ഇങ്ങനെ നിങ്ങൾക്ക് സൈഡിൽ കൂടെ കാണാം, തെളിഞ്ഞ് വരുന്നത് കാണാം. ആ ഒരു ടൈം വരെ ഇതിങ്ങനെ റോസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഗ്രേവി മുഴുവനും ഈ ഒരു ചിക്കനിലേക്ക് അബ്സോർബ് ആവുകയാണ് ചെയ്യുന്നത്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സാധാരണ പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.